ഹായ്, ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാന്ന് നോക്കാം. ചക്ക വേവിച്ചതും ചൂരമീൻ കറിയുമാണേ. അതുകൊണ്ട് ചൂരയുടെ ഒരു കഷ്ണമാണ് കിട്ടിയേ, അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ അതത്രയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തിട്ട് അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 3 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും അതേ അളവിനിട്ടിട്ടുണ്ട്. എന്നിട്ട് പൊടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, പച്ചമണം മാറുന്നവരെ. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ല തിളയ്ക്കണം. വെള്ളത്തിനകത്തോട്ട് ഞാൻ പുളി എടുത്തതും പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇത് നല്ല വെട്ടി തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല തിളച്ച് വരുവേ. ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല തിള വരുവേ. എന്നിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് നല്ല വറ്റിച്ച് വെച്ചാൽ എന്നിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് മീൻ കറി. പിന്നെ ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 5-6 ചക്കക്കുരും ഇതിനകത്തിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആവി വന്നു കഴിയുമ്പോൾ ഇതുപോലെ അടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെ അടി പിടിക്കും. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ അടച്ചു വെക്കാം. വെള്ളം ഇല്ലെങ്കിൽ ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇച്ചിരി വെള്ളം കുടഞ്ഞാലും മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് ഉടച്ചെടുക്കണം. അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ചേർത്ത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ വെന്ത ചക്ക നല്ലപോലെ ഉടച്ചിട്ട് നടുക്കിതുപോലെ ആക്കിയിട്ട് ഇതിനകത്തോട്ട് അരപ്പിട്ട് കൊടുത്ത് ഒന്ന് ചേർത്ത് വെക്കാമേ. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് ആവി കയറാൻ വേണ്ടി. എന്നിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതല്ലേ ഉള്ളൂ, വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം നോക്കിയിട്ട്. എന്നിട്ടൊന്ന് ആവി കയറാൻ വെക്കാമേ. ആവി കയറിക്കഴിഞ്ഞ് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ആവി കയറി കഴിഞ്ഞ് ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി ഉടച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ചക്ക വേവിച്ചത് റെഡിയാവും കേട്ടോ. ഈ അരപ്പും ആ ചക്കയും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി കിട്ടണം. അതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചീനിയൊക്കെ വേവിച്ചെടുക്കുന്ന കൂട്ട് തന്നെ നമുക്ക് ചക്ക ഇതുപോലെ നല്ല കട്ടിക്ക് ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റുവേ. അതുകൊണ്ട് ഇത്രയും കട്ടിക്ക് കിട്ടുവേ. അപ്പോൾ ട്രൈ ചെയ്യണേ. ബൈ.